നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ലോ പാപ്പനെ കല്യാണം കഴിക്കുന്നതായിരിക്കാം ആടുത്രിയിൽ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടല്ലോ. പക്ഷെ അത് നടക്കാത്തപ്പോ ഒരു വിഷമമുണ്ടായിരുന്നു. സ്റ്റെല്ലയുടെ ഒരു അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവർ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യും. പാപ്പൻ്റെ അവസ്ഥ കാരണം സ്റ്റെല്ലേനെ ഒരു സൈഡിൽ പാപ്പൻ വെയിറ്റ് ചെയ്യിക്കുന്നത് കൊണ്ടും സ്റ്റെല്ലയ്ക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. അഭിനയിക്കുമ്പോൾ നമ്മളൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, മുസ്ലിം ആയതുകൊണ്ട് തന്നെ പല നമുക്ക് അതെ ഇവൻ എനിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു റിലേറ്റീവ്സിനും കിട്ടാത്ത കുറച്ച് ഫ്രീഡങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എൻ്റെ പേരൻസ് അങ്ങനെ ഒരു പേരൻസിന് കിട്ടുന്നത് എനിക്ക് ഭാഗ്യമാണ്. നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ തന്നെയാണ്. ഈ പറയുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ നാളെ ഉണ്ടാവാൻ പോകുന്നില്ല. എപ്പോഴും നമ്മളെ തന്നെ സ്വന്തമായിട്ട് തള്ളാതെ നമ്മുടെ വണ്ടി ഓടില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ വേറെ ആരുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ളത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നാളെ ഒരാളുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥ വരരുത്. നമുക്കുള്ളത് നമ്മൾ തന്നെ കരുതണം. ആകെ ഒരു ലൈഫേ ഉള്ളൂ. ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പാഷൻ നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ എന്തൊരു കൺട്രോളിങ് ആണ്. അയാളുടെ ഗേൾ ഫ്രണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ അങ്ങോട്ട് പോകണ്ടെന്ന്. ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അയാളുടെ. പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര മാന്യമായിട്ട് നല്ല രീതിയിൽ ഒക്കെ സംസാരിക്കും. പക്ഷെ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടീനോട് സംസാരിക്കും. അതൊരു പെൺകുട്ടിയാണ്. അവൾ പേരെ വീട്ടിൽ അവളുടെ പേരൻസ് എത്ര നന്നായിട്ടായിരിക്കും ആ പെൺകുട്ടീനെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് കയറണോ വേണ്ടയോ, സിംഗിൾ ലൈഫ് തന്നെയാണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നും. എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കല്യാണമാണ്. ഞാൻ ഒരിക്കലും അതങ്ങനെ പറയില്ല. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഡ്രീംസിൻ്റെ പുറകെ പോവുക, നിങ്ങൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞാൽ നടക്കണം. കൂടുതൽ ഈ സൊസൈറ്റി ആയിട്ട് കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നിനക്കിനി ലൈഫില്ല എന്നൊക്കെ ഉള്ളത്. അത് നമുക്കത് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ചിന്താഗതികളാണ്. നമ്മൾ കൊണ്ടുവരുന്ന കുറേ മാറ്റങ്ങളാണ്. ഹായ്, ഞാൻ അശ്വതി. ഗാലറി വിഷൻ മീഡിയയിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആട് സിനിമയിലെ നമ്മളെ ഷാജി പാപ്പൻ്റെ നായികയായിട്ടുള്ള നസ്രീൻ നാസറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോഴത്തെ വിശേഷം ആട്3 ആണ്. ആട്3 ഇപ്പം OTT റിലീസായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഒരുപാട് പേരിപ്പം സിനിമ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ പേര് ഷാജി പാപ്പനെ തേച്ചു എന്നായിരുന്നു. ഇപ്പം OTT റിലീസായി കഴിഞ്ഞതിന് ശേഷം ആളുകൾ പറയുന്നത് സ്റ്റെല്ലയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്റ്റെല്ല എന്നുള്ള ഒരു ക്യാരക്ടറാണ് എപ്പോഴും കാണുമ്പോൾ സ്റ്റെല്ല എന്ന് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട്. സ്റ്റെല്ല എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ ആദ്യം എന്നെ വിളിക്കുന്നത് സ്റ്റെല്ല, ഹലോ സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് ആ ക്യാരക്ടർ അത്രയും ഇതായോണ്ടാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ശരിക്കുള്ള പേര് സ്റ്റെല്ല എന്നാ നോക്കിയത്. പിന്നെയാണ് നമുക്ക് നെയിം കിട്ടിയത്. എങ്ങനെയുണ്ട് ഇപ്പൊ ആ ഒരു റെസ്പോൺസ് ഒക്കെ? ആൾക്കാർ ഇപ്പൊ കുറെ പേര് മൂവി കണ്ടു, 2 മാസം എങ്ങനെയുണ്ട് ആ ഒരു റെസ്പോൺസ്? OTT റിലീസ് ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം സ്റ്റെല്ലയുടെ ഒരു അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവർ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു. ഇപ്പൊ സെക്കൻഡ് പാർട്ടിലെ ഒരു ഷാജി പാപ്പനും സ്റ്റെല്ലയുടെ ഒരു റൊമാൻസ് പറയുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സീൻസ് ഉണ്ടാകും, അവർ തമ്മിലുള്ള കെമിസ്ട്രി കുറച്ചുകൂടെ കാണിക്കുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായില്ല. അവിടെ പാപ്പൻ്റെ അവസ്ഥ കാരണം സ്റ്റെല്ലേനെ ഒരു സൈഡിൽ പാപ്പൻ വെയിറ്റ് ചെയ്യിക്കുന്നത് കൊണ്ടും സ്റ്റെല്ലയ്ക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഓക്കെ. ഇപ്പൊ ആട്2 ഉണ്ടായിരുന്നു, ഇപ്പൊ ആട്3 3 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? 3 ഉണ്ടാവുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, തേർഡ് പാർട്ടിൽ ഞാൻ ഉണ്ടാവുന്നത് തീരെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ജേർണി എങ്ങനെയായിരുന്നു 3 വർഷത്തെ ഇടയ്ക്കുള്ള ആ ഒരു ജേർണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ്ഡ് ആയി. സിനിമയൊക്കെ കംപ്ലീറ്റ്ലി മാറി നിന്നിട്ട് ഞാൻ എൻ്റെ ജോബ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തിരിച്ച് സിനിമയിലേക്ക് വരും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കാരണം എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മിഥുൻ ചേട്ടൻ്റെയും വിജയ് ചേട്ടൻ്റെയും കോൾ വരുന്നത് ആട്3 ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത്? ഇനി ആട്3 ഷാജി പാപ്പൻ്റെ കല്യാണം കഴിക്കും. നമുക്കൊരു ഇതിൽ വരുമ്പോൾ സ്റ്റോറി കേൾക്കുന്നതിന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ആട്3 ഞാൻ ഷാജി പാപ്പൻ്റെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ കാണാം, അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആട് 3 അനൗൺസ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു ആട് 3 സ്റ്റെല്ല പാപ്പനെ കല്യാണം കഴിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കും അറിയില്ല എന്തായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ അവരിതിൽ ഒന്ന് ചേരും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നറിയാം, പക്ഷെ നമുക്കത് ആളുകളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിലൊരു ട്വിസ്റ്റ് മിഥുൻ ചേട്ടൻ കൊണ്ടുവന്നു, സ്റ്റെല്ലിനെ കൊണ്ട് പാപ്പനെ തേപ്പിച്ചു. അത് കേട്ടപ്പോ എന്തായിരുന്നു പോയി അങ്ങനെയായിരുന്നു? അത് കേട്ടപ്പോ എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ലോ പാപ്പനെ കല്യാണം കഴിക്കുന്നതായിരിക്കാം ആട് 3 എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടല്ലോ. പക്ഷെ അത് നടക്കാത്തപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ റിലീസിന് ശേഷം ആ ഒരു 2 സീൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അത് വെച്ചിട്ട് ആൾക്കാർ കുറേ റീൽസ് ഉണ്ടാക്കുമ്പോൾ ആ സീൻസ് അത്രയും ഒരു ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി. എനിക്ക് ആ ഒരു ക്യാരക്ടർ അവർ അത്ര അക്സെപ്റ്റ് ചെയ്തു. ആ 2 സീൻസും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ തിയേറ്ററിൽ കാണുന്ന സമയത്താണെങ്കിലും കല്യാണത്തിൻ്റെ സീനിലൊക്കെ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഒത്തിരി അങ്ങനത്തെ കട്ട്സ് റീൽസിൽ വരുന്നുണ്ട് ഓരോ ദിവസവും. ഞാൻ ആ അപ്ഡേഷൻ കാണുന്നത് സ്റ്റോറിയിൽ നിന്ന് കാണുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോറി ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ട്രോൾസും കാര്യങ്ങളും, തേപ്പുകാരി എന്നുള്ള ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു, കാരണം തേച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, കാരണം തേപ്പല്ലല്ലോ. ഷാജി പാപ്പനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടാണ്. പുള്ളിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയിൽ കൂടെ പോവാണ്. അപ്പോൾ സ്റ്റെല്ലയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പുള്ളിക്കാരി ഒരു ഇൻഡിപെൻഡൻറ്റ് വുമണാണ്. അപ്പോൾ എത്ര കാലം എന്ന് വിചാരിച്ച് പാപ്പനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ കല്യാണമാണ്, ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല. ആ സമയത്ത് ഇപ്പം പാപ്പനെ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ വരുമ്പോൾ പോലും പാപ്പൻ്റെ അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോഴും അമ്മയുടെ മാല തട്ടിപ്പറിച്ചല്ല എടുക്കുന്നുണ്ട്, അമ്മ അറിയാതെ. ആ ഒരു അവസ്ഥയിലാണ് ഷാജി പാപ്പൻ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റെല്ലയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെല്ലയ്ക്ക് വേറെ വഴിയില്ല, സ്റ്റെല്ല സെറ്റിൽ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്റ്റെല്ലയുടെ ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥ സാധാരണ കുറെ ഗേൾസിന് ഇങ്ങനത്തെ ഇത് വന്നിട്ടുണ്ട്. കോമൺലി കേൾക്കുന്നതാണ്. ഒരു പെൺകുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും ഒരാൾക്ക് വേണ്ടിയിട്ട്. മേ ബി അയാൾ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, പക്ഷേ എന്തെങ്കിലും റീസൺ കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗേളിന്റെ സിറ്റുവേഷൻ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിക്ക ഫാമിലീസിലുള്ള ഗേൾസിൽ വീട്ടുകാർ പറയും നീ വേറെ ഇപ്പൊ കല്യാണം കഴിച്ചേ പറ്റി ഒരു ആലോചന വന്നിട്ടുണ്ട്. അപ്പൊ ആ പെൺകുട്ടി അവിടെ വെയിറ്റ് ചെയ്യും. പക്ഷെ ആ പെൺകുട്ടി ആളുടെ റെസ്പോൺസിൽ അത് വേറെ കല്യാണം കഴിക്കുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ പറഞ്ഞ അവൾ എന്നെ തേച്ചു, അവൾ വേറൊരു ആലോചന വന്നപ്പോൾ പോയി എന്നുള്ളൊരു കാര്യം. പക്ഷെ സ്റ്റെല്ലയുടെ ക്യാരക്ടറിൽ അത് ആ മൂവി കണ്ട് ഗേൾസിന് അത് ഒരു മനസ്സിലാവുന്നുണ്ട്, ഇത് നമ്മുടെ അവസ്ഥയാണ്. പക്ഷെ ആണുങ്ങൾ ഇപ്പോഴും റീൽസ് ഇറക്കുന്നത് അതൊരു തേപ്പുകാരിയായിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ ആൾക്കാർ മനസ്സിലായിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ പ്രണയത്തിലാവുന്ന തുടക്ക സമയത്തെല്ലാം വാഗ്ദാനങ്ങളും, നമ്മൾ കല്യാണം ഇങ്ങനെ നടത്തണം, അങ്ങനെ നടത്തണം, ഫ്യൂച്ചർ ഇങ്ങനെയാണെന്നൊക്കെ വാഗ്ദാനങ്ങൾ തേപ്പ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പറയാൻ ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അതിലോട്ട് നമുക്ക് ബാക്ക് ടു റീസെന്റ് നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട് വരാം. തേപ്പിന്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്റ്റെല്ലയ്ക്ക് റിയൽ ലൈഫിൽ തേപ്പ് കിട്ടിയിട്ടുള്ള കാര്യം, തേപ്പ് ഇത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതായത് നമ്മള് വീട്ടിലും നമ്മള് സംസാരിക്കുക, വീട്ടില് നമ്മള് അതിനെപ്പറ്റി സംസാരിച്ചെല്ലാം ഓക്കെ ആക്കി നമ്മളായിരിക്കും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത്. പെൺകുട്ടികളായിരിക്കും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ സാഹചര്യം അതാന്ന് പറയാം, ഇല്ലെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കില്ല. നടത്താം, വേണമെങ്കിൽ നമുക്ക് ഈ വർഷം ആ വർഷം എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകും. അത് ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. എൻ്റെ കേസിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ വേറൊരു ഇൻസിഡൻ്റ് ആണ്, ഇങ്ങനെയല്ല. പെൺകുട്ടികൾക്ക് വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നില്ലല്ലോ. അവർ അത്ര എഫേർട്ട് ഇട്ട് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്, അത്രയും ടൈം വേസ്റ്റ് ആണ് ഗേൾസിന്റെ വീട്ടിൽ സമ്മതിപ്പിച്ചെടുക്കുക. അതെ അത് ആൺകുട്ടികൾക്ക് അത്രയും എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. പെൺകുട്ടികളാണ് എപ്പോഴും കൂടുതലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. വീട്ടുകാരുടെ മാത്രമല്ല, സമൂഹത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ കുടുംബക്കാര്, നാട്ടുകാര് എല്ലാവർക്കും അറിയേണ്ടത് ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ, കെട്ടിക്കുന്നില്ലേ, അതെ ആ റിലേഷൻഷിപ്പ് എന്തായി, അത് ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ചില സമയത്ത് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ പിന്നെ നമ്മൾ ഇതിനൊക്കെ പഠിക്കുന്നത് ഇതിനൊന്നും ഉത്തരം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ചോദിക്കുന്ന ആളുകള് നാളെ ഇപ്പൊ ഇനി കല്യാണം കഴിഞ്ഞാലും അടുത്ത ചോദ്യങ്ങൾ വരും. പക്ഷെ ആണുങ്ങൾ അങ്ങനെ വേറൊരു പെണ്ണിലോട്ട് പോകുമ്പോൾ അവർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. പെൺകുട്ടികൾ അതൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വേറൊരു ഇതിലോട്ട് പോകുമ്പോൾ അപ്പൊ മറ്റേ പയ്യൻ എന്ത് എന്നുള്ള ചോദ്യം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേറെ വഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അതിൽ നിന്ന് അങ്ങ് പോകുന്നു. പക്ഷെ അത് ഗേൾസിന് ഭയങ്കരമായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ
പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ പെൺകുട്ടികളെയാണ് എല്ലായിടത്തും കുറ്റം പറയുന്നത്, ആൺകുട്ടികളെ കുറ്റം പറയുന്ന കുറവാണ്. എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണെന്നുള്ള വേണ്ടി സംസാരിച്ചാൽ അപ്പൊ അത് ഫെമിനിസമായി. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ അവകാശത്തിനെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ഈക്വലി രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും. പക്ഷെ എപ്പോഴും പെൺകുട്ടികൾക്കാണ് ഒരു സൈഡിൽ അവഹേളനകൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റെല്ലയുടെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ റിയൽ ലൈഫിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യിപ്പിച്ച് നിന്ന്, അതായത് ഫാമിലിക്ക് മുന്നിലൊന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്ക് ജോലി ആയിട്ടില്ലായിരിക്കാം, സെറ്റിൽ ആയിട്ടില്ലായിരിക്കും, വേറെ പ്രശ്നത്തിലായിരിക്കും, അതിനെക്കാട്ടിയും ടോർച്ചർ ആയിരിക്കും. അതെ, അപ്പൊ ഒരു ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്നില്ലെങ്കിൽ നമുക്കിതിവിടെ വേണ്ട എന്ന് പറയാനുള്ള ഗട്ട്സ് ആൺകുട്ടികൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറയാനുള്ളത്. പക്ഷെ അവരത് പറയില്ല, അവർക്ക് കൈവിട്ട് പോകുന്നത് എപ്പോഴും ഒരു വിഷമമാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു പെയിൻ വേറെയാണ്, അതാരും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നേരത്തെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനിടയ്ക്ക് ആങ്കറിങ്ങും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലോട്ടുള്ള ഒരു ജേണി, എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് ആങ്കറിങ്ങും മൂവിയൊക്കെ ആയിട്ട്? ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ ഫ്രണ്ട്സ് ആയിരുന്നു. ഡയറക്ടർ സിദ്ദിഖ് ഞങ്ങളുടെ നെയ്ബറായിരുന്നു. പണ്ട് എൻ്റെ തറവാടിൻ്റെ അടുത്താണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ കാലം തൊട്ടുള്ള പരിചയമുണ്ട്, ഫാമിലി ആയിട്ടുള്ള. അങ്ങനെ ആ സിനിമയിലേക്ക് എൻ്റെ ബ്രദറിനാണ് ഫസ്റ്റ് ഓഫർ വന്നത്. അതിൽ മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിൽ വെള്ളത്തിൽ നീന്തുന്ന സീനുണ്ട്. അപ്പോൾ പുള്ളിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ കൊടുത്തത്. അപ്പം ഞാനും പോവുമായിരുന്നു സെറ്റിൽ. അങ്ങനെ അവിടെ വെച്ച് സിദ്ദിഖ് അങ്കിൾ ചോദിച്ചു, ഒരു 2-3 ഷോട്ട്സിൽ ചെയ്യാൻ അവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ്. അപ്പം എത്ര ഏജ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, കുഞ്ഞാണ് എന്തായാലും. എന്നാലും ഒരു 3 വയസ്സ് 2 വയസ്സ് അങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് എന്തായാലും ചെറിയ കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ആ സിനിമയിൽ വന്നു. അതിന് ശേഷമാണ് പിന്നീട് ഓരോ CI മഹാദേവൻ, അഞ്ചടി 4 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ ഹനീഫ, ശ്രുതി അവരുടെ മകളായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ വിനയപൂർവ്വം വിദ്യാധരൻ, അതിൽ ജഗതി അങ്കിളും സുകന്യ മാമിൻ്റെ മോളായിട്ട്. പിന്നെ രാക്ഷസ രാജാവിൽ അതിൽ സോങ്ങിലാണ് വന്നേക്കുന്നത്. അങ്ങനെ കുറച്ച് സിനിമ, ഇങ്ങനെ ഒരു നിലാപക്ഷി, അതിൽ കുഞ്ചാക്കോവൻ എടുത്തു വളർത്തുന്ന കുട്ടിയായിട്ട് അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആങ്കറിങ്, ആഡ്സ് ചെയ്തിരുന്നു, അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡലിംഗ് ഒക്കെ, പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ജ്വല്ലറി പരസ്യം, ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ പരസ്യം, അങ്ങനെ കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലേയും ചെയ്തിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം വലുതായപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മഴവില്ലിൽ എനിക്ക് ഇന്ത്യൻ വോയിസ് ജൂനിയർ അതിൻ്റെ ആങ്കറിങ്ങിന് എന്നെ വിളിച്ചു. അതൊരു 1.5 years ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചി, ശരത് സാറൊക്കെ ആയിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വലിയൊരു, അപ്പോഴൊക്കെ റിയാലിറ്റി ഷോ ഒക്കെ ഇങ്ങനെ കത്തിക്കേറി തുടങ്ങുന്ന ഒരു സമയമാണ്. സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ. അതെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ അത് ചെയ്ത് തുടങ്ങിയത്. പിന്നെ സ്റ്റഡീസൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഉഗ്ര ഉജ്ജ്വലം എന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് എനിക്ക് കോൾ വന്നു ആങ്കർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ആടിലേക്കൊക്കെ വിളിക്കുന്ന, ആട് കോൾ വരുന്നത്. ഇതിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടാണ് ആട് 2 അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ വിചാരിച്ചു ഇതൊരു ഫേക്ക് ആണോ, അക്കൗണ്ട് ഹാക്ക് ആയതാണോ എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്നൊരു മെസ്സേജസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ ഗേൾസ്? ഇല്ല, പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. കാരണം വിജയ് ചേട്ടൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ആണെന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പുള്ളി ചോദിച്ചു, എൻ്റെ ഒരു കസിൻ്റെ കൂടെ നിൽക്കുന്നൊരു കുട്ടി, വാവയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഇത് മോനാണോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, എൻ്റെ ബ്രദറുടെ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം ഫിലിമിൽ അഭിനയിക്കാൻ ആക്ടിങ് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഞാനിങ്ങനെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഓഫീസിൽ വരണം, ഒരു ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊരു ചേച്ചി വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഓഡീഷൻ നടക്കുന്നുണ്ട് വേറെയും. എന്തായിരുന്നു ഓഡീഷനിൽ എന്തെങ്കിലും സാരി എൻ്റെ അടുത്ത് പറഞ്ഞു, സാരി എടുത്തിട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സാരി എടുത്തിട്ട് ചെന്നു. അപ്പോൾ ആ ഒരു ലുക്ക് അവർക്ക് കിട്ടിയപ്പോൾ ഒരു ലുക്ക് ടെസ്റ്റ് പോലെയാണ്. അപ്പോൾ ലുക്ക് കിട്ടി. അപ്പം ചേട്ടൻ ഉണ്ടായിരുന്നില്ല, മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു. മിഥുൻ ചേട്ടനും വിജയ് ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വേറെ ആൾക്കാരും വേറെയും കുട്ടികൾ വന്ന് പോകുന്നുണ്ടായിരുന്നു, ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഓഡീഷന് വേണ്ടി. തിങ്ക് ചെയ്ത് എന്തായിരിക്കും എൻ്റെ ക്യാരക്ടർ, സാരിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ട്?
ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ജേട്ടൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിത് എത്രത്തോളം എങ്ങനെയാണെന്ന് അറിയാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആട് ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കേട്ടായിരുന്നു കണ്ടിട്ടില്ല. അതത് പറഞ്ഞായിരുന്നു ഓഡീഷൻ. ഞാൻ ആടൊന്നും കണ്ടിട്ടില്ല. അവരോട് ചോദിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് എങ്ങാനും ചോദിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആട് എന്താന്ന് പോലും എനിക്ക് ആ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് യാതൊരു ഐഡിയ അങ്ങനെ ഒന്നും ഞാൻ ആ സമയത്ത് ചെയ്തില്ല. സത്യം പറഞ്ഞ ഷൂട്ടെല്ലാം കഴിഞ്ഞ് റിലീസിന് മുന്നെയാണ് ഞാൻ ആട് കണ്ടത്. ഷൂട്ടിന് മുമ്പ് മുന്നേ ഞാൻ കണ്ടില്ല. എങ്ങനെയാ ഒരു ഇത് കിട്ടിയൊരു ഐഡിയ ഇല്ലാതെ ആളുകൾ പറഞ്ഞ് എനിക്കറിയാം എങ്ങനെയാണ് സിനിമ ഒരു ഭയങ്കര ഒരു കോമഡി, കയോട്ടിക് കോമഡി ഒരു പടമാണെന്നുള്ളൊരു അത് അങ്ങനെ എനിക്കറിയാം. ഞാൻ കുറച്ച് സീൻസ് കണ്ടിട്ടുണ്ട്. സിനിമകൾ അങ്ങനെ സിനിമ ഞാൻ അങ്ങനെ മൊത്തമായിട്ടിരുന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ഹിറ്റായിരുന്നു പടം എന്നുള്ളത് അറിയാം. അപ്പോൾ CD ഒക്കെ റിലീസായതിനു ശേഷം ഒരുപാട് പേര് കണ്ടു. അങ്ങനെ ഹിറ്റായ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യം. നമ്മൾ 2യിൽ അഭിനയിക്കുമ്പോഴും നമുക്കറിയില്ല. ഇപ്പം ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് സീൻ ഷോട്ട് കഴിഞ്ഞിട്ട് അതൊരു ഷാജി പാപ്പനും സ്റ്റെല്ലയുടെ ഫസ്റ്റ് സീനാണത്. പക്ഷെ ആ സീൻസ് തിയേറ്ററിൽ വന്നില്ല. തിയേറ്ററിൽ അത് ഡിലീറ്റഡ് സീനിൽ കണ്ടായിരുന്നു ഒരു ചർച്ചിന്റെ ഒരു സംഭവം. അത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി. ഉറപ്പായിട്ടും തോന്നി. കാരണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു. ഫസ്റ്റ് സീനാണ്. അപ്പോൾ ഷാജി പാപ്പനെ നോക്കുന്നു, പള്ളിയിലേക്ക് ഇറങ്ങുന്ന നേരത്തേക്ക് നോക്കുന്നു, അങ്ങനെ ഒരു ലുക്ക് കൊടുത്തിട്ട് പോകുന്നൊരു സീനാണ്. അപ്പോൾ അത് ഡിലീറ്റഡ് സീനിൽ കാണിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അതെന്താ ഡിലീറ്റ് ചെയ്യാൻ ചോദിച്ചായിരുന്നു? എനിക്ക് അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ അത് എനിക്ക് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ലെങ്തി പോർഷൻസ് അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് കുറെ സിനിമകൾ അങ്ങനെ സീൻസ് കട്ടായി പോയിട്ടുണ്ടല്ലോ കുറേ സിനിമകൾ. അങ്ങനെ റീൽസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ അത് വെച്ചിട്ട് ആളുകൾ റീൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കമന്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആൾക്ക്, ഇത് ഏത് സീനാ, ഇത് ആടിലുണ്ടോ? ചില ആളുകൾ പറഞ്ഞു അയ്യോ ഈ സീൻ കണ്ടതാണല്ലോ എന്ന് പറയാം. കാരണം അതിന്റെ അടുത്ത ഒരു വരുന്നത് ഷാജി ബാബന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ചേട്ടന്റെ മോള് വരുന്ന സീനാണ്. അപ്പം ആൾക്കാർ വിചാരിക്കും അത് ഉണ്ടായിരുന്നു എന്നുള്ളത് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ആ സീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് ആളുകൾ അത് വെച്ചിട്ട് കുറെ റീൽസ് ഉണ്ടാക്കി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഈ സീനും കൂടെ വെക്കായിരുന്നു, നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഡിലീറ്റഡ് ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വിഷമം വന്നിരുന്നു. പക്ഷെ പിന്നീട് അത് ആളുകൾ റീൽസ് ഒക്കെ ഉണ്ടാക്കി ബാക്കി സീൻസ് ഒക്കെ കമ്പൈൻ ചെയ്ത് റീൽസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. അതിപ്പോൾ റിലീസിന് ഇപ്പം ആട് 3യുടെ റിലീസിന് മുന്നേയും അതേപോലത്തെ റീൽസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ ആട് 2 ഇത്രയും ഇയർ കഴിഞ്ഞിട്ടാണ് 3യിലോട്ട് വരുന്നത്. അപ്പോൾ ചെറിയൊരു ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇത്രയും ഒരു ഇയറിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തതല്ല. ഞാൻ കുറച്ചുകൂടെ ആ സമയത്ത് കുറച്ചുകൂടെ ചബിയായിരുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടെ ചബിയായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെ. ആദ്യം ജിമ്മിൽ പോയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് ലിഗമെന്റ് ഇഞ്ചുറി ആയി. അങ്ങനെ 3 months ബെഡ് റെസ്റ്റ് ഒക്കെ വന്നു. അപ്പോൾ പിന്നെ അവിടെ എനിക്കത് പിന്നെ ഞാൻ പോയില്ല. അപ്പോഴത്തേക്കും മടിയായി. പിന്നെ വീട്ടിൽ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഓരോ ട്യൂട്ടോറിയൽസ് കാണും, ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്ര ഇയറിന്റെ ഗ്യാപ്പ് വന്ന് 3 ലൊക്കേഷനിൽ പോയപ്പം ആരുമായിട്ടായിരുന്നു കൂടുതൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത്? ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതെ, ഒരു ചമ്മലുണ്ടായിരുന്നു. കാരണം കുറേ ആയി. ആട് കഴിഞ്ഞിട്ട് ഞാൻ 5ാം പാതിര വർക്ക് ചെയ്തിരുന്നു. മിഥുൻ ചേട്ടൻ്റെ തന്നെ പ്രോജക്റ്റാണ്. അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആട് 3യുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടേഴ്സ് എല്ലാവരും കാസ്റ്റൊക്കെ എല്ലാവരും സെയിമാണ്. ഡയറക്ടർ സെയിമാണ്, പ്രൊഡ്യൂസർ സെയിമാണ്. പിന്നെ കാവ്യയും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പുതിയ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഇവരാരെ അറിയില്ല. പക്ഷേ എല്ലാവരും വന്നു സംസാരിച്ചു. അല്ല, അവിടെ ചെന്നപ്പോഴും സ്റ്റെല്ല എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്റ്റെല്ല, അതെ. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരുമായിട്ടും കാണുമ്പോൾ നമുക്ക് ഇത്രയും ഇയേഴ്സ് ഗ്യാപ്പ് വന്നു എന്നുള്ളൊരു ഫീൽ ഇല്ല. അവരെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഒരുപാട് നാളായിട്ട് കണ്ടിട്ടില്ലെങ്കിലും പിന്നെ കാണുമ്പോഴും ഇന്നലെ കണ്ട് സംസാരിച്ച് പിരിഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെയായിരുന്നു ഭഗത് ചേട്ടനായിരുന്നു. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകുമ്പം ഭഗത് ചേട്ടനും ഉണ്ടായിരുന്നു വണ്ടിയിൽ. പുള്ളിയായിട്ട് കുറേ കൂടി നേരത്തേക്കാളും ഒത്തിരി കമ്പനിയായി. പിന്നെ ഹരിച്ചേട്ടൻ, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്?
എങ്ങനെയാണ് കൂടെ അഭിനയിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ആട് 2 സമയത്ത് ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടാണ് പരിചയപ്പെട്ട്. നമുക്ക് പരിചയപ്പെടണമെന്നുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് ഇങ്ങോട്ട് പോയി സംസാരിക്കാനുള്ള ഒരു ഇൻട്രോവേർട്ട് അല്ല, ആംബിവേർട്ട് ആണ്. അപ്പം ചേട്ടൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഹലോ നസ്രിൻ, ഞാൻ ജയസൂര്യ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അപ്പം ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമ്മൾ സീൻസിലൊക്കെ ആണെങ്കിലും സജഷൻസ് പറഞ്ഞു തരിക, അങ്ങനെയൊക്കെ ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട് ആർട്ടിസ്റ്റിനൊക്കെ കംഫർട്ടബിൾ ആക്കി നിർത്തുന്ന ഒരു ആക്ടർ തന്നെയാണ്. അത് അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം മിഥുൻ ചേട്ടൻ ആയിക്കോട്ടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവരോടൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ. അപ്പോൾ വീണ്ടും കുറേ നാളിന് ശേഷം വരുമ്പോഴത്തേക്ക് ആ ഒരു മാറ്റമുണ്ട്. എല്ലാവരിലും കുറേ മാറ്റമുണ്ട്. എല്ലാവരും മാറി. എല്ലാവരും ഇപ്പോൾ സൈജു ചേട്ടനൊക്കെ ആയിക്കോട്ടെ പ്രൊഫൈൽ തന്നെ ആകെ മാറി. ഇപ്പം ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, പടങ്ങളൊക്കെ സൂപ്പറാവുന്നു. ആ ഒരു രീതിയിലോട്ട് സൈജു ചേട്ടൻ്റെ എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പോൾ അവരുടെ ഒരു വലിയൊരു ജേർണി ഉണ്ട്. ആ ജേർണിയിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പൊ ആട് 3 വരുന്നു എന്ന് കേൾക്കുന്നു. സെക്കൻഡ് പാർട്ട് ആട് 3യുടെ. അപ്പൊ അതിലിനി ഉണ്ടാവോ സ്റ്റെല്ല എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും? സ്റ്റെല്ല ഓൾറെഡി കല്യാണം കഴിഞ്ഞു, എന്നാലും സ്റ്റെല്ലയുടെ എന്തെങ്കിലും ഇപ്പൊ മറ്റേ ആട് പുള്ളിക്കാരനെ തേച്ചിട്ട് പോയ ഭാര്യ രണ്ടാമത്തെ മീൻ വെക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഇട്ടിട്ട് പോയിട്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആട് 3 സെക്കൻഡ് പാർട്ടിലെങ്ങാനും പഴയ കാലത്തിലെങ്ങാനും വരുമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പം മേ ബി ഇനി ഒരു 3 വർഷങ്ങളും പിന്നെയും സ്റ്റെല്ലയെ വിളിക്കുമായിരിക്കാം. അത്രയും എന്തായാലും പോവില്ല. മേ ബി നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു പ്ലാനിലാണ്. സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം ഏകദേശം ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്തായാലും ഇനിയിപ്പോൾ അതിനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഉടനെ കാണും. ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം. അപ്പോൾ അറിയാം സ്റ്റെല്ല ഉണ്ടോ എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഗൂഗിളിൽ നെയിം സെർച്ച് ചെയ്തിട്ടുണ്ടോ? എന്നെ പറ്റി എന്തെങ്കിലും ഗോസിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ പറ്റി വിക്കിപീഡിയയിൽ എന്താ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ? ചുമ്മാ നസ്രിൻ നാസറിന് അടിച്ചു കൊടുക്കും, എന്തൊക്കെയാണ് വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വന്നു. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കി ബ്രദറിന്റെ കല്യാണത്തിന്റെ ഫോട്ടോ, അത് വിക്കിപീഡിയയിൽ ഇട്ടിട്ട് ബ്രദർ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമേ സെർച്ച് ലിസ്റ്റിൽ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. ബ്രദറിന്റെ മാരേജിന്റെ ഫോട്ടോസ് ആണ്. ബ്രദറിന്റെ മാരേജിന്റെ വീഡിയോ ഒക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉള്ളതായിരിക്കാം. പിന്നെ ഈ ആട് റിലീസായ സമയത്ത് നമ്മൾ റിലീസിന് ദിവസം തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ നീസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം കുറേ പേര് വിചാരിച്ചു എൻ്റെ മോളാണ്, അപ്പം എൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ആളുകൾ കല്യാണം കഴിഞ്ഞാണോ, കുട്ടിയുണ്ടോ, സിംഗിൾ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞപ്പോ വരുന്നത്, ഞാൻ സിംഗിൾ ആണ് എന്ന് എല്ലാരും അറിയിച്ചു. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു എൻ്റെ നീസ്, ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ട് നീസാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അപ്പോൾ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് മനസ്സിലായി അങ്ങനെ സിംഗിൾ ആണ്. അപ്പോ ആരെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ ഭയങ്കര ക്രഷ് ആണ് സ്റ്റെല്ല, എനിക്ക് ഭയങ്കര ഇതാണ്, ഫാൻ ആണെന്നൊക്കെ പറഞ്ഞു മെസ്സേജസ് വരാറുണ്ട്. ഓക്കെ. പുറത്തൊക്കെ പോകുമ്പോ സ്റ്റെല്ലയില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരുന്നുണ്ട്. ലുലുവിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആളുകളൊക്കെ കണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് വരും, സംസാരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരും ഇതിപ്പോൾ ആട് റിലീസാവുന്ന, അതായത് ആട് 3ക്ക് മുന്നേ, അതായത് ആട് 2 കഴിഞ്ഞ് ഇത്രയും വർഷമായപ്പോഴും ആ 7-8 ഇയേഴ്സിലും ഞാൻ പുറത്ത് പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആട് 3 ഇറങ്ങിയപ്പോഴത്തേക്കും കുറെ കൂടി റെക്കഗ്നേഷനായി. അപ്പോൾ വന്ന് ഫോട്ടോ എടുക്കുക, സംസാരിക്കുക. എനിക്ക് തോന്നുന്നു ആ ഹിറ്റ് പാർട്ടാണല്ലോ വേറെ കല്യാണം കഴിക്കുന്ന ഒരു സീൻ. അത് ജയസൂര്യ നോക്കുന്നു, സ്റ്റെല്ലയും തിരിച്ചു നോക്കുന്നു, ആ ഒരു ഫോട്ടോഷൂട്ട്. അപ്പം ആ ഒരു സാധനം ഒത്തിരി റീൽസ് ഒത്തിരി പോകുന്നുണ്ട്, മീംസ് വരെ ഇറങ്ങുന്നുണ്ട്. ഇത്രയും വർഷം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ചങ്കത്തിയുടെ കല്യാണം കണ്ടപ്പോഴെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ ട്രോൾസ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ട്രോൾസ് എല്ലാവരും അയച്ചു തരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചിലതൊക്കെ നമ്മള് ടാഗ് ചെയ്യുന്നുണ്ട് കുറെ പേര്. അതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ആക്കി ഇടുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു രണ്ട് സീൻസ് ഉള്ളൂ എങ്കിലും, അല്ലെങ്കിൽ എസ്പെഷ്യലി ആ കല്യാണത്തിന്റെ സീനാണ് കൂടുതൽ ആൾക്കാർ ട്രോൾ ആക്കുന്നത്. അപ്പോൾ അത്
അത്ര ആളുകൾക്ക് കുറെ പേർക്ക് അതൊരു വിഷമാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും തേക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഒരു സീൻ ഉണ്ടല്ലോ ജയസൂര്യയോട് പറയുന്നത്, വെയിറ്റ് ചെയ്തു, പക്ഷെ അതങ്ങനെ ആരും അധികം ഇറക്കുന്നില്ല. ഈ തേപ്പാണ് ആൾക്കാർ ഇറക്കുന്നത്. അങ്ങനെ ഇപ്പം കാണുമ്പോൾ സ്റ്റെല്ലിയെ കാണുമ്പോൾ ഒരു തേപ്പുകാരിയായിട്ടാണ് എല്ലാവരും. പിന്നെ അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്, അതില് ഷാജിബാൻ പറയുന്നുണ്ടല്ലോ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാതിരിക്കട്ടെ. എനിക്ക് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ താഴെ വരുന്ന കമന്റ്സ് മൊത്തം ഇതാണ്. അപ്പൊ ഞാൻ എന്തിനാ ആൾക്കാർ എന്നെ പ്രാഗുവാണോ തോന്നുന്നു. അവര് ക്യാരക്ടർ അപ്പൊ അത്രയും ആൾക്ക് ഇതായിട്ടാണ്. അതെ, അപ്പം ആളുകൾക്ക് ഒന്നിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതിപ്പം എനിക്കും പേഴ്സണലി അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതായിരിക്കും അതിന്റെ ഒരു രസം. അത് വേറൊരു സ്റ്റോറി ലൈനിലോട്ട് പോയത് ആൾക്കാർ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ്. ഇനി ആക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ള ഡ്രീം ആയിട്ടുള്ള ആക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇന്ന ആളുടെ നായകരുണ്ട്, എന്നാലും നമുക്കൊരു പ്രത്യേക ഒരു ക്രഷോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ക്രഷ് ഒക്കെ കാണുമല്ലോ, ഇന്ന ആളുടെ കൂടെ ഒന്ന് ആക്ട് ചെയ്തൊക്കെ. അങ്ങനെ ഫഹദിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ അവരുടെയൊക്കെ കൂടെ നമുക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അപ്കമിങ് പ്രോജക്റ്റ് ഒക്കെ അപ്പം എങ്ങനെ? ഈ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പ്രോജക്റ്റ് വരുന്നുണ്ടോ? എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു 1-2 പ്രോജക്ട്സിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇങ്ങനെ പറയാനുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ പണ്ടത്തെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ പഠിച്ചവരോ ആരെങ്കിലും മൂവിയിലൊക്കെ കയറി വലിയ ആളായി നമുക്ക് എന്തെങ്കിലും ചാൻസ് തരും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ചാൻസ് ഒന്നും ആരും അങ്ങനെ ആരും ചോദിക്കാറൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കോണ്ടാക്റ്റ് ഒക്കെ വിട്ടുപോയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷത്തോടെയൊക്കെ അവർ മെസ്സേജ് അയക്കും. കുറേ നാളിന് ശേഷം ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയപ്പം 10th പഠിച്ചൊരു എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ മാറി, പിന്നെ നമ്മൾ ഓരോ വേറെ സ്കൂളിലേക്ക് പോയി, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും കോണ്ടാക്റ്റ് ഒക്കെ മിസ്സായി. പക്ഷെ അത് വീണ്ടും അവർക്കൊക്കെ അത് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു ഫീലാണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്കമിങ് പ്രോജക്ട്സ് അങ്ങനെ ഇനിയിപ്പം അനൗൺസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഉടനെ. ഈ ഒരു മൂവിയിൽ ആദ്യം ഒരു എൻട്രി വന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ എന്തായിരുന്നു റെസ്പോൺസ്? അമ്മയ്ക്ക് എന്ത് പറഞ്ഞായിരുന്നു? വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ആക്ടിങ് ഇൻട്രസ്റ്റ് ഉള്ള. അപ്പോൾ മമ്മിക്കാണ് കൂടുതലും. മമ്മി മാത്രമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ, മമ്മിയുടെ ഫാദർ പണ്ട് കുഞ്ഞിലൊക്കെ സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉപ്പാപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഉപ്പാപ്പ എൻ്റെ കൂടെ ഉണ്ടാവും. ഉപ്പാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി നേവിയിലായിരുന്നു. അപ്പോൾ സിനിമ ലൊക്കേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ ഒരു നല്ലൊരു സിനിമയിൽ കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഒരാളിപ്പോൾ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ ഞാൻ സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മമ്മിക്ക് ഇൻട്രസ്റ്റ് ആണ്. വീട്ടിലെല്ലാവരും ഇങ്ങനെ, വീട്ടിലങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, അഭിനയിക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഇല്ല. ഉദ്ദേശിച്ചത് അഭിനയിക്കുമ്പോൾ നമ്മളൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, മുസ്ലിം ആയതുകൊണ്ട് തന്നെ പല നമുക്ക് അതെ ഇവൻ എനിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു റിലേറ്റീവ്സിനും കിട്ടാത്ത കുറച്ച് ഫ്രീഡങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. എൻ്റെ പേരൻസ്, അങ്ങനെ ഒരു പേരൻസിന് കിട്ടുന്നത് എനിക്ക് ഭാഗ്യമാണ്. എല്ലാവരും വളരെ യങ്ങർ ഏജിൽ കല്യാണം കഴിച്ചു പോയി. പക്ഷേ ഇവരെ എല്ലാവരും എനിക്ക് എൻ്റെ ഡ്രീമിന് അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അവർ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ. അതെ സപ്പോർട്ടീവ് പേരൻസ് ആണ്. പക്ഷേ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവർക്കും, ഇപ്പം മമ്മിയുടെ സൈഡിൽ നിന്ന് എല്ലാവരും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡാഡിയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഓർത്തഡോക്സ് ആണ് അവർ. അപ്പം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരൻസിന് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. എനിക്ക് സിനിമ കേട്ടുണ്ട്, നമ്മളെ വീടല്ലേ, നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളാണ്. അതെ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ നാളെ ഉണ്ടാവാൻ പോകുന്നില്ല. എപ്പോഴും നമ്മളെ തന്നെ സ്വന്തമായിട്ട് തള്ളാതെ നമ്മുടെ വണ്ടി ഓടില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടോ ഇന്നത്തെ കാലത്ത് യാതൊരു കാര്യമില്ല. അതിപ്പം പേരൻസിനൊരു ലിമിറ്റ് ഉണ്ട്, സിബ്ലിങ്സിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നാളെ ഒരാളുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുത്. നമുക്കുള്ളത് നമ്മൾ തന്നെ കരുതണം. നമ്മുടെ ആകെ ഒരു ലൈഫേ ഉള്ളൂ. ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പാഷൻ നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ള ഒരു
മൈൻഡ് സെറ്റ് ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. സോളോ ട്രാവലൊക്കെ പോകണം. ആദ്യം ഇന്ത്യയിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യം ഡിസിഷൻസ് എല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. കാരണം എനിക്ക് അതിനുള്ള ഫ്രീഡം അവർ തരുന്നുണ്ട്. അവരത് ആദ്യം എതിർപ്പുണ്ട്. ആദ്യം അവരെന്തെങ്കിലുമൊക്കെ വേണോ ഇത് വേണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അവര് വിഷമിപ്പിച്ചിട്ടല്ല. പക്ഷെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എങ്ങനെയാണെന്നുള്ള അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ എനിക്കിതേ പറ്റൂ എന്നുള്ളൊരു വാശിയിലല്ല. അവർക്കറിയാം അതൊരു ഡ്രീമാണ്. ഇത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. ഒന്നാമത്തെ കാര്യം പറയാൻ ആളുകളുണ്ട്, വിടണ്ട, കല്യാണം കഴിപ്പിച്ച് വിടൂ, കല്യാണം കഴിപ്പിച്ചിട്ടാലും പിന്നെ അവരുടെ ഒരു ടോക്സിസിറ്റി, നീ ഇവരുടെ പോണ്ട വീട്ടിൽ. അതെ, ഇവിടെ ആകുമ്പോൾ നമുക്ക് പേരൻസിനോട് മാത്രം പറഞ്ഞാൽ മതി. മറ്റേതാകുമ്പോൾ നമുക്ക് കല്യാണം കഴിയുമ്പോഴത്തേക്കും എനിക്കറിയില്ല, ഇപ്പം ഭൂരിഭാഗം ഇപ്പൊ കുറെയൊക്കെ ആൺകുട്ടികളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കുറെ പേര് ടോക്സിക് ആയിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞാണ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വിടത്തില്ല, കല്യാണത്തിന് വിടത്തില്ല എന്റെ ബോയ് ഫ്രണ്ട്. അപ്പൊ ഞാൻ വീട്ടുകാരാണോ വിടാത്തതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. വീട്ടുകാരല്ലേ, വീട്ടുകാരൊക്കെ ചില്ലാണ്. പക്ഷെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഏട്ടായി സമ്മതിക്കത്തില്ല. ആ കുട്ടിയോട് സംസാരിക്കുന്നത്, ഫോട്ടോ ഇടരുത്, അങ്ങനെ ബിഹേവിയർ ആണത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗ്സ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും കുറെ ആളുകൾ ഇഗ്നോർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ലവും ട്രസ്റ്റും ആണ്. അവര് നമ്മൾ ഒരുപാട് നമുക്ക് നമ്മുടെ കൂടെ കെയർ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, നിനക്ക് അത് തരും ഇത് തരും എന്നുള്ള അവിടെ കൊണ്ട് നിർത്തും പെൺകുട്ടികൾ. പല പെൺകുട്ടികൾ അതിൽ വീഴാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു ടോക്സിക് ബിഹേവിയർ അല്ലേ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മളൊരു അനുവാദം ചോദിച്ചിട്ട് പോവാ. പെർമിഷൻ എന്നുള്ളൊരു വേർഡ് ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതൊരു കൺട്രോളിംഗ് ആണ്, ഒരു തരം കൺട്രോളിംഗ് ആണ്. രണ്ടുപേർക്കും ഫ്രീഡം വേണം. നമ്മൾ ഒരാളെ, അതായത് ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ബേസിക് ആയിട്ട് റിലേഷൻഷിപ്പിൽ വേണ്ടത്. ആ സംഭവം ഇല്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് തുടരുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുപോലെ തന്നെ ഈ ടോക്സിക് ബിഹേവിയർ നമുക്ക് ഫസ്റ്റ് അത് ഫീൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ പഠിച്ച പാഠമാണ്. അത് നമ്മൾ തുടക്കത്തിലേ ഇഗ്നോർ ചെയ്യണം. അത് ഇഗ്നോർ ചെയ്യാതെ പോകുമ്പോഴാണ് നമ്മൾ ആ ട്രാപ്പിൽ പെടുന്നത്. പിന്നെ ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല. പക്ഷെ അത് ഏത് റിലേഷൻഷിപ്പിലും പെൺകുട്ടികളെന്ന് മാത്രമല്ല ആൺകുട്ടികളും അത് ഫേസ് ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളും ഇതുപോലെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ സഹിച്ച് ജീവിക്കുന്നുണ്ട്. കാരണം അവര് ചില സമയത്ത് ഭീഷണിപ്പെടുത്തും, ഞാൻ കൈമുറിക്കും, ചെയ്യും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തീർന്നു. അവിടെ വീണു. പിന്നെ ഇനിയൊന്നും ചെയ്യാൻ എനിക്ക് തിരിച്ചു പോക്കില്ല എന്നുള്ളിടത്താണ് അവര് അവിടെ ട്രാപ്ഡായി പോവാണ്. അപ്പം അതിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ പെട്ടു. പിന്നെ അതിൽ നിന്നൊരു കരകയറൽ ഉണ്ടാവില്ല. ഒരു റെഡ് ഫ്ലാഗിന്റെ ആദ്യത്തെ ലക്ഷണം എന്തായിരിക്കും? എന്താ ഇപ്പം പറയാം, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഓവറായിട്ട് കെയർ ചെയ്തിട്ട് നമ്മൾ ഈ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനൊരു സ്പേസ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാളെ പറ്റി പറയുമ്പോൾ അയാളെ അവൻ ശരിയാവില്ല, അവൻ നല്ല ഫ്രണ്ടായിട്ടല്ല നിന്നെ. ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും നമ്മൾ അവനായിട്ടുള്ള കോണ്ടാക്റ്റ് വേണ്ട, ഇല്ലെങ്കിൽ ആ കുട്ടി ശരിയല്ല, അവളുടെ കൂട്ട് വേണ്ട എന്നുള്ളത് പറയാം. കാരണം ഈ വ്യക്തിനെ അറിയ പോലുമില്ല. ഈ ആൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ചിലപ്പം നമ്മളുടെ അടുത്ത് നിന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മാറി അവരിലേക്ക് പോവോ, നമ്മളുടെ കൈ വിട്ട് പോവോ. ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടണം, അവർ പറയുന്ന. അതെ, എനിക്ക് എവിടെയെങ്കിലും പോകും, പക്ഷെ അവളെടുത്തും പോകരുത്. അത് ഞാനിവിടെ പോകുന്നു, അവിടെ അവൾ വരട്ടെ, ഇല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കട്ടെ. നമുക്കിപ്പം വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില പെൺകുട്ടികൾ അറിയിക്കുന്നത്, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഒരു അരമണിക്കൂറിൽ ഇറങ്ങും, ഞാൻ വരാം, വേഗം വരാം എന്ന് പറയും. ഞാനൊരു ദിവസം ഊബറിൽ പോവാം, വണ്ടി ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ. അയാൾ എന്തൊരു കൺട്രോളിങ് ആണ്. അയാളുടെ ഗേൾ ഫ്രണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ അങ്ങോട്ട് പോവണ്ടെന്ന്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അയാളുടെ. പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര മാന്യമായിട്ട് നല്ല രീതിയിൽ ഒക്കെ സംസാരിക്കും. പക്ഷെ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടീനോട് സംസാരിക്കും. അതൊരു പെൺകുട്ടിയാണ്, അവൾ വേറെ വീട്ടിൽ അവളുടെ പേരൻസ് എത്ര നന്നായിട്ടായിരിക്കും ആ പെൺകുട്ടീനെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടീനെ കൺട്രോൾ ചെയ്യണം. നീ പോവരുത്, ഞാൻ പോവരുതെന്ന് പറഞ്ഞാൽ പോവരുത് എന്നുള്ള ഈ വക കൺട്രോളിങ് ആണ് മിക്കയിടത്തും കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് കയറണോ വേണ്ടയോ, സിംഗിൾ ലൈഫ് തന്നെയാണ് ബെറ്റർ നമുക്ക് തോന്നും. അല്ല, അത് തന്നെയാണ് ബെറ്റർ. കാരണം
നമുക്കവിടെ കൺട്രോളിങ് ഇല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. ഈ പറയുന്ന പോലെ ഈ സമയത്ത് വിളിക്കണ്ട, ഈ സമയത്ത് കിടന്ന് ഉറങ്ങണം, അയ്യോ ഇന്ന് മെസ്സേജ് അയച്ചില്ല, രാവിലെ മെസ്സേജ്, ഇങ്ങനത്തെ വക കഴിച്ചോ ചോദിച്ചില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാ നമുക്ക് സമാധാനത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഇന്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ഇൻബോക്സ് തരാൻ പോകുന്നത് മോളൂസിന് ഇഷ്ടപ്പെട്ട ഒരു ഏട്ടായ ടൈപ്പാണ്, ഞാൻ ഒന്നും കൺട്രോൾ ചെയ്തിട്ട് ഫ്രീഡം എങ്ങോട്ട് വേണം, പക്ഷെ ഇത് പറഞ്ഞിട്ട് പോലും ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെയായിരിക്കും വരുന്നത്. സത്യം പറഞ്ഞൊരു നമുക്കിപ്പം ഇപ്പൊ ഈ ഒരു സിംഗിൾ ലൈഫിൽ പോകുന്നോണ്ട് അത് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യും. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്, കുറേ നല്ല കൂട്ടുകാരൊക്കെ ആയിട്ട്, അത് ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക ഒരു അനുഭവമാണ്. നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പാടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കി ലൈഫിൽ നമുക്ക് വേണ്ടത് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഫ്രണ്ട്സ് മതി. പക്ഷെ ആ ഉള്ള ഫ്രണ്ട്സ് ഏത് പാതിരാത്രിയും നമുക്കൊരു ആവശ്യം വന്നാൽ വിളിച്ചാൽ കൂടെ എത്തുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു 5 പേര് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം തനിയെ നടന്നോളും. ഇപ്പം റിലേഷൻഷിപ്പ് നമ്മൾ ഒരാളെ പോയി ചേസ് ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ തനിയെ നടക്കേണ്ട ഒരു സംഭവമാണ്. ഒരാളെ പോയി നിർബന്ധിച്ചതിലേക്ക് ആക്കി അവിടെയാണ് നമുക്ക് പാളിച്ചു, അവിടെയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ കൺട്രോളിലായി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. തനിയെ 2 പേർക്കും ഈക്വലി ഇഷ്ടപ്പെട്ട ഒരു കൺട്രോളും ഇല്ലാതെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റായ സെറ്റ്. ഉള്ളിൽ രോദനം ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ രോദനമൊന്നുമില്ല, അല്ല ഞാൻ പറയാണ് നമുക്കൊരു നല്ല അനുഭവം കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല അനുഭവത്തിൻ്റെ അല്ലേ. പലർക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഞാൻ എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു മാരേജിൽ എൻഡ് ചെയ്യണം എന്നുള്ളൊരു രീതിക്കാണ്. ചില ആളുകൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് നമുക്കിതെങ്ങനെ പോകുമെന്ന് നോക്കാം, വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് അതങ്ങ് അങ്ങോട്ട് അത് നമുക്ക് പരസ്പരം അറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു ലൈനിൽ പോവാതിരിക്കുക. അങ്ങനത്തെ ലൈനിൽ അങ്ങനെ ഒരു അപ്രോച്ച് എനിക്ക് വന്നിട്ടുണ്ട്. നമുക്കിതെങ്ങനെ പോവാം നോക്കാം എന്നിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ചിന്താഗതിയോട് യോജിച്ചു പോകാൻ പല ആളുകൾക്ക് പല അഭിപ്രായമല്ലേ. അത് എനിക്കത് വർക്ക്ഔട്ട് ആവില്ല, എൻ്റെ രീതിക്ക് അത് വർക്ക്ഔട്ട് ആവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മുന്നോട്ട് പോകാൻ തോന്നുവാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക, കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ റെഡി റെഡി ആയ സമയത്ത് വീട്ടുകാരോട് പറയും ഓക്കെ നമുക്കൊരു പ്രപ്പോസ് നോക്കാം. പക്ഷെ അങ്ങനെയും ഞാൻ പറയുമ്പം സമയം എടുക്കാം. ഒരു 6 months 7 months ഒക്കെ സംസാരിച്ച് അങ്ങനെ ചാടിക്കേറി ഒരു കല്യാണം. എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കല്യാണമാണ്. ഞാൻ ഒരിക്കലും അതങ്ങനെ പറയില്ല. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഡ്രീംസിൻ്റെ പുറകെ പോവുക, നിങ്ങൾ എത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല. കാരണം എനിക്ക് തന്നെ അറിയാം കുറേ പേര് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും കുട്ടികളായി, പിന്നെ അവർക്ക് അവരുടെ ഡ്രീമിന് പുറകെ പോകാൻ പറ്റിയിട്ടില്ല. ചില പാർട്ട്നേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സുണ്ട്. പക്ഷെ വളരെ നമുക്കതൊക്കെ ഒരു ലക്കാണ്, നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യണം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെൺകുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വിവാഹം കഴിക്കുക. നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാൻ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട്. അപ്പോൾ പറയും മൂക്കി പല്ല് വന്നിട്ടാണോ കല്യാണം കഴിക്കേണ്ടത്? എനിക്ക് തോന്നുന്നില്ല ഒരു പർട്ടിക്കുലർ ഇത്ര ഒരു ഏജിലാണ് കല്യാണം കഴിക്കേണ്ടത് എന്നുള്ളത്. അത് റൈറ്റ് ടൈം ഒരു ഇന്ന സമയത്ത് നടന്നില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ചിന്താഗതിയൊന്നും എനിക്കില്ല. പലരുടെ അതിപ്പം ഈ പറയുന്ന പോലെ വിവാഹം മാത്രമല്ല നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും. ഇതിപ്പം വീട്ടുകാരിങ്ങനെ ജാതകം നോക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന ഏജ് കല്യാണം കഴിച്ചില്ല, പിന്നെ പെണ്ണിന് കല്യാണം കഴിച്ച ഭർത്താവ് മരിച്ചു ഇങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഒക്കെ കല്യാണം അവർക്ക് ഒരുപാട് ജാതകം നോക്കിയിട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു ഫാമിലി അങ്ങനെയായിരുന്നു കല്യാണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യം 10 പൊരുത്തവും പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആൾക്കാര് ഉണ്ട്. അത് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വേണ്ട, ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഭർത്താവ് ഭാര്യനെ വെട്ടിമുറിച്ച് ഇതിലാക്കി. കൂടുതലും ലവ് മാരേജ് ആണ്, സംശയ രോഗമാണ്.
ചില ആളുകൾക്ക് ഇത് ഭാര്യ ഭർത്താവിന് ചെയ്യുന്നു, ഭർത്താവ് ഭാര്യനും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ആണുങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അല്ലല്ല, കാമുകന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തിനാ കല്യാണം കഴിക്കുന്നത്, വേണോ എന്നൊക്കെ തോന്നുന്നു. കുട്ടിയെടുത്ത് കിരട്ടിയിടുന്നു, അങ്ങനെ അത്രയും നമ്മൾ അതും അതെ 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 വേറൊരു സൈഡിൽ. ഇപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിക്കണം. അവരുടെ ഭാവി, അവർക്ക് വേണ്ടി നമ്മളെല്ലാം സെക്യൂർ ആക്കി വെക്കണം, അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം, എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അങ്ങനെയൊക്കെ ഒരു അമ്മയാവാനുള്ള ഡിസിഷൻ എടുക്കുന്നത് കുട്ടികളൊക്കെ ആവുന്നവർക്കൊക്കെ ഭയങ്കര അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചുമ്മാ ഒരു കാര്യമല്ല. ഈ വിവാഹം പോലും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൾക്കാർ പറയുന്നത് കല്യാണം കഴിച്ച് അങ്ങ് നോക്ക്, ഇന്ന് തനിയെ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ അങ്ങ് തനിയെ മെച്ചൂരിറ്റി കല്യാണം കഴിയുമ്പോഴേ കിട്ടുന്ന ആൾക്കാര് അതെ അതെ പറയുന്നത്. അത് നമ്മൾ സത്യം പറഞ്ഞ നമ്മളെ വെച്ച് അവര് പരീക്ഷിക്കല്ലേ. അതൊക്കെ ഈ ഞാൻ പറയുന്ന ഒരു 27, 28 ഒക്കെ ആകുമ്പം ഒരു കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ. അപ്പൊ കുറെ ആൾക്കാർ എന്നെ കൊല്ലും, 30 വയസ്സിന് കെട്ടാത്ത ഇങ്ങനെ കഴിഞ്ഞു. അത് ഞാൻ പറയട്ടെ, കൂടുതൽ ഈ സൊസൈറ്റി ആയിട്ട് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നിനക്കിനി ലൈഫില്ല എന്നൊക്കെ ഉള്ളത്. അത് നമുക്കത് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ചിന്താഗതികളാണ്, നമ്മൾ കൊണ്ടുവരുന്ന കുറെ മാറ്റങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഗേൾസിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം. വേറെ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നി. മനസ്സ് തുറന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ആട് 3 സ്റ്റെല്ല വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.